നമസ്കാരം.
ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. നമ്മുടെ സംസ്ഥാനം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലാണ്. കോഴിക്കോട് ജില്ലാ ഭരണകൂടം ഈ വരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ സംവിധാനങ്ങളാണ് ഒരുക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും COVID-19 രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ജനാധിപത്യ പ്രക്രിയയായിട്ടുള്ള വോട്ടെടുപ്പ് എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ നമുക്ക് നിർവാഹമുള്ളൂ. അതുപോലെ തന്നെ ഭിന്നശേഷിയുള്ള വോട്ടർമാരുടെ കാര്യത്തിലും അവരുടെ വോട്ടവകാശം ഉറപ്പുവരുത്തുന്നതിനും അവർക്ക് ആയാസരഹിതമായി വോട്ട് ചെയ്യുന്നതിനുമുള്ള സംവിധാനങ്ങളാണ് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ഒരുക്കാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം ശ്രീ രാജീവൻ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ അധ്യാപകനും അതോടൊപ്പം റഹ്മാനിയ സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപികയായിട്ടുള്ള നസ്രിയയും നമ്മോടൊപ്പം ഉണ്ട്. അവർ ഇതിനെക്കുറിച്ച് വിശദമായി ആംഗ്യഭാഷയിൽ ഭിന്നശേഷിയുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർ സംസാരിക്കുന്നതായിരിക്കും. നമ്മുടെ സംസ്ഥാനം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ്. വോട്ടവകാശം എല്ലാ പൗരരുടെയും പരമോന്നതമായ അവകാശമാണ്. ഭരണഘടനയുടെ 326 അനുച്ഛേദം പൗരർക്ക് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന് യാതൊരു വിവേചനവും പാടില്ലെന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. ശാരീരികമോ മാനസികമോ ആയ വെല്ലുവിളികൾ പൗരാവകാശ വിനിയോഗത്തിൽ നിന്ന് ആരെയും മാറ്റി നിർത്താൻ കാരണമാകരുത്. മാത്രമല്ല, അന്താരാഷ്ട്ര ഭിന്നശേഷി അവകാശ ഉടമ്പടിയും 2016 ഭിന്നശേഷി അവകാശ നിയമവും പ്രകാരം എല്ലാ പോളിംഗ് സ്റ്റേഷനുകളും ഭിന്നശേഷി വോട്ടർമാർക്ക് പ്രാപ്യവും അനുയോജ്യവുമാണെന്ന് ഉറപ്പുവരുത്താൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ട്. വോട്ടവകാശമുള്ള ഒരാൾ പോലും തഴയപ്പെടരുത് എന്ന ആശയത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തപ്പെടുന്നത്. പോളിംഗ് സ്റ്റേഷനുകൾ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിന് കോഴിക്കോട് ജില്ല എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും അതാത് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭിന്നശേഷിക്കാരുടെ ലിസ്റ്റ് തയ്യാറാക്കി അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ബൂത്തിലേക്ക് വാഹനങ്ങൾ കടന്നു വരുന്നതിന് ആവശ്യമായ സൗകര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ഭിന്നശേഷിക്കാർക്ക് സുഗമമായി പ്രവേശിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ പോളിംഗ് സ്റ്റേഷനിലും റാമ്പ് സൗകര്യം ഒരുക്കുന്നതിന് ജില്ലാ ഭരണകൂടത്തിന് പ്രത്യേകമായ മുൻഗണനയുണ്ട്. ക്യൂ നിൽക്കാതെ തന്നെ ഭിന്നശേഷിക്കാർക്ക് പോളിംഗ് ബൂത്തിലേക്ക് കടന്നു ചെല്ലാവുന്നതാണ്. ബൂത്തിനുള്ളിൽ ഭിന്നശേഷിക്കാർക്ക് തടസ്സരഹിതമായി സഞ്ചരിക്കാവുന്ന വിധമാണ് ഫർണിച്ചറുകൾ എല്ലാം സജ്ജീകരിച്ചിട്ടുള്ളത്. ഓരോ വോട്ടറുടെയും സ്വകാര്യത ഉറപ്പുവരുത്തുന്ന വിധമാണ് വോട്ടിംഗ് കമ്പാർട്ട്മെന്റുകളുടെ സജ്ജീകരണം. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമെങ്കിൽ വോളണ്ടിയർമാരുടെ സേവനം ലഭ്യമാക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നതാണ്. പരസഹായം ആവശ്യമുള്ളവർക്ക് അടുത്ത ബന്ധുക്കളുടെ സഹായം നിശ്ചയമായും തേടാവുന്നതാണ്. മാത്രമല്ല, വീൽചെയർ ഉപയോഗിക്കുന്നവർക്ക് അതിനുള്ള സംവിധാനം ഓരോ പോളിംഗ് സ്റ്റേഷനിലും ഒരുക്കുന്നതിനും ജില്ലാ ഭരണകൂടം ശ്രദ്ധിക്കുന്നതാണ്. ഭിന്നശേഷി അവകാശങ്ങൾ എന്നാൽ ബാഹ്യ ഇടപെടലുകളോ സ്വാധീനമോ ഇല്ലാതെ സ്വന്തം സമ്മതിദാനാവകാശം സ്വകാര്യമായും നിർഭയമായും നിർവഹിക്കാനുള്ള അവകാശം ഭിന്നശേഷിക്കാർക്ക് ഉണ്ട്. കൂടാതെ എല്ലാ പൗരന്മാരെയും പോലെ സമൂഹത്തിലെ എല്ലാ കാര്യത്തിലും ഇടപെടാനുള്ള, തിരഞ്ഞെടുപ്പിന് പങ്കെടുക്കാനുമുള്ള അവകാശവും ഭിന്നശേഷിക്കാർക്ക് ഉണ്ട്. ഭിന്നശേഷിക്കാരുടെ വോട്ടവകാശം അത് ഔദാര്യമല്ല, അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും അവകാശമാണ്.
നിങ്ങളുടെ ഈ മഹത്തായ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. നമ്മുടെ സംസ്ഥാനത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവുക. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കോവിഡ്-19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ 2020 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെയധികം കരുതലും ശ്രദ്ധയും ഈ തെരഞ്ഞെടുപ്പിൽ ആവശ്യമാണ്. കോവിഡ് പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾക്ക് പങ്കാളികളാകുവാൻ സാധിക്കുകയുള്ളൂ. അതിനായി ഈ പറയുന്ന നിർദ്ദേശങ്ങൾ എല്ലാ ആളുകളും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യമേ തന്നെ പോളിംഗ് ബൂത്തിലെ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് നിർബന്ധമായും സാമൂഹിക അകലം പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ ബൂത്തിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബൂത്തിന് മുൻവശത്ത് വെച്ചിട്ടുള്ള സോപ്പും വെള്ളവും ഉപയോഗിച്ച് അല്ലെങ്കിൽ സാനിറ്റൈസറോ ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കേണ്ടതാണ്. വോട്ട് ചെയ്തതിന് മുൻപും വോട്ട് ചെയ്തതിന് ശേഷവും കൈകൾ സാനിറ്റൈസറോ സോപ്പോ ഉപയോഗിച്ച് വൃത്തിയാക്കിയതിനു ശേഷം മാത്രമേ പോളിംഗ് സ്റ്റേഷൻ വിട്ട് പുറത്തു പോകാൻ പാടുള്ളൂ. എല്ലാവരും നിർബന്ധമായും മാസ്ക് ധരിക്കേണ്ടത് അത്യാവശ്യമാണ്. ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും മാസ്ക് മുഖത്തു നിന്ന് മാറ്റാതിരിക്കാൻ വളരെയധികം എല്ലാവരും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. എല്ലാവർക്കും ഈ കോഴിക്കോട് ഭരണകൂടം നല്ല രീതിയിലുള്ള സൗകര്യങ്ങളാണ് ഓരോ പോളിംഗ് സ്റ്റേഷനിലും ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എല്ലാവരും അവരുടെ വിലയേറിയ വോട്ടവകാശം വിനിയോഗിക്കുകയും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാകുകയും ചെയ്യേണ്ടതാണ്. താങ്ക് യു.